നെതന്യാഹുവിനെ കൊണ്ട് പൊറുതിമുട്ടിയോ ട്രംപ്? പരസ്യമായി ചേർത്ത് നിർത്തി പുകഴ്ത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് രഹസ്യമായി നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനം നടത്തുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള തന്റെ മുതിർന്ന ഉപദേശകരോട് നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തി ട്രംപ് സംസാരിച്ചതായി വാൾ സ്ട്രീറ്റ് ജേർണൽ വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്തു. ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ചർച്ച ചെയ്യവെയായിരുന്നു ട്രംപിന്റെ പ്രസ്താവനയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പൊതുസ്ഥലത്ത് നെതന്യാഹുവിനെതിരെ ഒരു വാക്കുപോലും പറയാറില്ല ട്രംപ്. വൈറ്റ് ഹൗസിനുള്ളിൽ എത്തുമ്പോൾ ദേഷ്യം അടക്കാനാകാതെ ഉദ്യോഗസ്ഥരോട് പ്രതികരിക്കുന്നു. ആ ബന്ധത്തിന്റെ രണ്ട് വശങ്ങളാണ് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ടിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. നെതന്യാഹുവിനെ ട്രംപ് എന്തിനാണ് ഇങ്ങനെ സഹിക്കുന്നത്? ഇസ്രായേലിനെതിരെ പരസ്യമായി നടപടിയെടുക്കാൻ ട്രംപ് മടിക്കുന്നത് എന്തുകൊണ്ടാണ്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ കടുത്ത അതൃപ്തിയാണ് ട്രംപ് പ്രകടിപ്പിച്ചിരുന്നത്. ഖത്തറിനെ ആക്രമിക്കുന്ന കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഖത്തറിൽ ആക്രമണം നടത്താനുള്ള തീരുമാനം നെതന്യാഹുവിൻ്റെതാണെന്നും തന്റേതായിരുന്നില്ല എന്നും ട്രംപ് നേരത്തെ പ്രതികരിക്കുകയും ചെയ്തു. ആക്രമണത്തെക്കുറിച്ച് US സൈന്യം അറിയിച്ചപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നു. അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഖത്തറിൽ ഇസ്രായേൽ ഏകപക്ഷീയമായ ബോംബാക്രമണം നടത്തുന്നത് ഇസ്രായേലിന്റെയോ അമേരിക്കയുടെ ലക്ഷ്യങ്ങളെ മുന്നോട്ട് നയിക്കില്ല എന്നും ട്രംപ് പറഞ്ഞിരുന്നു. ആക്രമണം ഇനി ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകാനായി ഖത്തർ പ്രധാനമന്ത്രിയുമായും അമീറുമായും ഫോണിൽ സംസാരിച്ചെന്നും ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി. ഇതിന് പിന്നാലെയാണ് നെതന്യാഹുവിനോടുള്ള അമർഷം ട്രംപ് പ്രകടിപ്പിച്ചതായുള്ള റിപ്പോർട്ട് വാൾ സ്ട്രീറ്റ് ജേർണൽ പുറത്തുവിടുന്നത്. നെതന്യാഹു എന്നെ കുഴപ്പത്തിലാക്കുന്നു എന്ന് മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള തന്റെ ഉപദേശകരോട് ട്രംപ് പറഞ്ഞുവെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ട്രംപിന്റെ സമാധാന നയങ്ങൾക്ക് വിരുദ്ധമായി നെതന്യാഹു സൈനിക നടപടികളിലേക്ക് നീങ്ങിയതാണ് ഈ രോഷത്തിന്റെ കാരണം. പക്ഷേ ട്രംപ് ഇസ്രായേലിനെതിരെ പരസ്യമായി വിമർശനം ഉന്നയിക്കുകയോ നെതന്യാഹുവിനെ തള്ളിപ്പറയുകയോ ചെയ്യുന്നില്ല. ഗസ യുദ്ധത്തിലടക്കം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന നിലപാടിൽ നിന്ന് പിന്മാറുന്നുമില്ല. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി വോട്ടർമാർക്കിടയിൽ നെതന്യാഹുവിന് ശക്തമായ പിന്തുണയുണ്ട് എന്നത് തന്നെയാണ് ഇതിന് കാരണം. തന്റെ വോട്ടർ ബേസിനെ അന്യവൽക്കരിക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ലെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. റിപ്പബ്ലിക്കൻ നേതാക്കളുമായും വലതുപക്ഷ അമേരിക്കൻ മാധ്യമങ്ങളുമായും നെതന്യാഹു നിലനിർത്തുന്ന ബന്ധം US-ലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഖത്തറിലെ ആക്രമണത്തിന് ശേഷം 2 തവണയാണ് ട്രംപ് നെതന്യാഹുവിനെ വിളിച്ചത്. ആദ്യം ദേഷ്യപ്പെടാനായിരുന്നുവെങ്കിൽ രണ്ടാം തവണ ഓപ്പറേഷൻ വിജയിച്ചോ എന്ന് തിരക്കാൻ വേണ്ടിയായിരുന്നു ആ കോൾ. ഇതിനിടെ ട്രംപിനെ വേണ്ട രീതിയിൽ പ്രീതിപ്പെടുത്താനും നെതന്യാഹു ശ്രമിക്കുന്നുണ്ട്. സെപ്റ്റംബർ 10-ന് ബാത്യാം ബീച്ചിൽ ട്രംപ് പ്രൊമനേഡ് എന്ന നടപ്പാതയ്ക്ക് നെതന്യാഹു തറക്കല്ലിട്ടത് ഇതിന് ഉദാഹരണമാണ്. ഇസ്രായേൽ അമേരിക്ക ബന്ധത്തിന്റെ പ്രതീകമായാണ് ട്രംപിന്റെ പേരിൽ സമർപ്പിച്ച ഈ നടപ്പാത നെതന്യാഹു മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ജൂലൈയിൽ നടന്ന ഒരു മീറ്റിംഗിൽ നെതന്യാഹു ട്രംപിനെ നൊബേൽ സമാധാന പുരസ്കാരത്തിന് നോമിനേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അനുവാദം വാങ്ങാതെ ആക്രമണങ്ങൾ നടത്തുക, പിന്നീട് ക്ഷമ പറയുക എന്ന തന്ത്രമാണ് നെതന്യാഹു പിന്തുടരുന്നതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ട്രംപിന്റെ ദേഷ്യം താൽക്കാലികമാണെന്ന ബോധ്യം നെതന്യാഹുവിനുണ്ട്. ട്രംപ് വിജയികളെ ആരാധിക്കുന്നു എന്ന് മുൻ ഇസ്രായേൽ അംബാസിഡർ മൈക്കിൾ ഓവൻ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഒരു വിജയിയായി കാണപ്പെടാനുള്ള ശ്രമങ്ങളാണ് നെതന്യാഹു നടത്തുന്നതെന്നും വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. നെതന്യാഹുവിന്റെ നടപടികളും ഗസ സിറ്റിയിലെ സൈനിക മുന്നേറ്റം, ഖത്തറിലെ ആക്രമണം എന്നിവയും ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തെ വെല്ലുവിളിക്കുന്നതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല നെതന്യാഹുവിനെ വിശ്വസിക്കാൻ ട്രംപ് മടിക്കുന്നുവെന്നും സൂചനകളുണ്ട്, പ്രത്യേകിച്ച് ബൈഡനെ അഭിനന്ദിച്ചതിന് ശേഷം. ട്രംപിന്റെ ആദ്യ ടേം മുതൽ തന്നെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇരു രാജ്യങ്ങളും. ട്രംപ് ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി അംഗീകരിച്ചോ, ഗോലാൻ കുന്നുകളിൽ ഇസ്രായേലിന്റെ സ്വയം ഭരണാധികാരത്തെ പിന്തുണച്ചോ, അബ്രഹാം ഉടമ്പടികൾ വഴി അറബ് രാജ്യങ്ങളുമായുള്ള ഇസ്രായേലിന്റെ ബന്ധം ശക്തിപ്പെടുത്തി. നെതന്യാഹു ട്രംപിനെ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ചതും ഈ കാലത്താണ്. എന്നാൽ 2020-ൽ ജോ ബൈഡൻ വിജയിച്ചതിന് പിന്നാലെ നെതന്യാഹു ബൈഡനെ അഭിനന്ദിച്ചത് ട്രംപിനെ പ്രകോപിപ്പിച്ചിരുന്നു. അന്ന് ട്രംപ് രോഷം പ്രകടിപ്പിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനുശേഷം നെതന്യാഹുവിനെ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളായി ട്രംപ് കാണുന്നുവെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് X-ലടക്കം വൈറലാണ്. ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് അവർ പറയുന്നത്.